ശ്രീ ആർ വി ബാബു, പാകിസ്ഥാന്റെ എല്ലാ ആക്രമണങ്ങളെയും നമ്മൾ തച്ചുടയ്ക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. അവരുടെ ആഭ്യന്തര കലഹം ഉണ്ടാക്കാനുള്ള ശ്രമത്തെ നമ്മൾ അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഉണ്ടായ ഏറ്റവും വലിയ ഒരു സംഭവ വികാസം എന്ന് പറയുന്നത് രാജ്യത്തിനുള്ളിൽ നിന്ന് ഉയർന്ന ശബ്ദങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പാകിസ്ഥാനെ സഹായിക്കുന്ന ചാരന്മാരുടെ ഭാഗത്തു നിന്നായാലും അതല്ല ഭാരതത്തിനെതിരെ ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നായാലും. എന്തായാലും ഇപ്പോൾ നിലവിൽ ഭാരത സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഒരു നയമുണ്ട്. തുടക്കത്തിൽ സ്വീകരിച്ച നയതന്ത്ര തലം മുതൽ രാജ്യത്തിനകത്തു നിന്നുള്ള ശബ്ദങ്ങളെ കൂടി അടിച്ചൊതുക്കാനുള്ള അവരുടെ തന്ത്രം. അങ്ങനെ തന്ത്രവും നയതന്ത്രവുമായി ഒരു ശുദ്ധി കലശത്തിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണോ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തുടക്കം കുറിച്ചിരിക്കുന്നത്? കാരണം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഓരോ പ്രാവശ്യവും പറയുന്നത്. അത് നമ്മൾ ഇന്ന് അവസാനമായി കണ്ടത് പോർച്ചുഗലിൽ അവരുടെ ആൾക്കാർ, പാകിസ്ഥാനികൾ നമ്മുടെ ഇന്ത്യൻ എംബസിക്ക് മുന്നിൽ പതാക ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രതികൂലമായ മുദ്രാവാക്യം വിളിക്കുകയും പാകിസ്ഥാൻ അനുകൂലമായ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്ത് പ്രതിഷേധവുമായി അവിടെ എത്തിയപ്പോൾ നമ്മൾ ഒരൊറ്റ ബാനർ മാത്രമേ അവിടെ വലിച്ചു കെട്ടിയുള്ളൂ, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ളത്. ആ ഒരൊറ്റ വാക്കിൽ അവിടെ പ്രതിഷേധം അവസാനിപ്പിച്ച് അവർ മടങ്ങുന്ന വളരെ കൗതുകകരമായ കാഴ്ച ഇന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ അതിർത്തിയിലും രാജ്യത്തിനകത്തും ഒരു ശുദ്ധി കലശം തന്നെയല്ലേ ഇതോടുകൂടി ഉണ്ടാകാൻ പോകുക? ഒരു ശുദ്ധീകലശം പൂർണ്ണമായിട്ടും അസാധ്യമാണ്. എല്ലാ കാലത്തും ഇതേപോലെ രാജ്യത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വാർത്ഥ താല്പര്യങ്ങൾ, മത താല്പര്യങ്ങൾ ഒക്കെ വെച്ച് ചിന്തിക്കുന്ന ആൾക്കാർ അവർ രാജ്യത്തിനെതിരായി ഒറ്റുകൊടുക്കുന്ന സമീപനം ഇനിയും ഉണ്ടായേക്കാം. പക്ഷേ അത് കണ്ടെത്തി അത്തരം ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും രാജ്യദ്രോഹികളെ തിരിച്ചറിയുകയും അവരേത് മതത്തിൽപ്പെട്ടവരായാലും അവരാരായാലും ശരി, ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ശരി, അവരെയൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അത് വളരെ ശക്തമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. അതങ്ങനെ തന്നെ വേണം. അവിടെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയം നോക്കാൻ പാടില്ല, മതം നോക്കാൻ പാടില്ല, മറ്റ് ലിംഗഭേദങ്ങളൊന്നും നോക്കാൻ പാടില്ല. ശക്തമായിട്ട് രാജ്യത്തിന് എതിരായി രാജ്യത്തെ ഒറ്റുകൊടുത്ത ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും കടുത്ത ശിക്ഷ അവർക്ക് നൽകുകയും തന്നെ വേണം. ഇവിടെ ഈ സംഭവം യഥാർത്ഥത്തിൽ പാകിസ്ഥാന് എതിരായിട്ട് നടത്തിയിട്ടുള്ള ഈ പഹൽഗാമിന് തിരിച്ചടിയായിട്ട് ഇന്ത്യ നടത്തിയിട്ടുള്ള ഈ പ്രത്യാക്രമണം ലോകത്തിന് മുമ്പിൽ ഭാരതത്തിൻ്റെ സൽപ്പേര് അത് ഇന്ന് വാനോളം ഉയർത്തിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലോകം മുഴുവൻ ഇന്ന് ആദരവോടെ ഭാരതത്തെ കാണുകയാണ്. ലോകം ഭാരതത്തെ ആദരവോടെ കാണുന്നത് ഭാരതത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ മഹത്വം കണ്ടുകൊണ്ടോ, അല്ലെങ്കിൽ സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ലോക സമസ്ത സുഖിനോ ഭവന്തു, അതുകൊണ്ടല്ല. ഞാൻ ഇപ്പോഴത്തെ സാഹചര്യം പറയുന്നത്, ഇപ്പോൾ ലോകം ഭാരതത്തെ ആദരവോടെ കാണുന്നത് പാകിസ്ഥാനെ പോലെ ആണവശക്തിയായ ഒരു രാജ്യത്ത് കടന്നു കയറി ആക്രമിക്കാൻ ചങ്കൂറ്റമുള്ള ഒരു ഭരണകൂടവും അതിനൊരു തക്ക ശേഷിയുള്ള ഒരു സൈനിക ശേഷിയും കൈവരിച്ച ഒരു രാഷ്ട്രമാണ് ഭാരതം. ഇനി ഭാരതത്തെ ആർക്കും തടുക്കാനാവില്ല, ഭാരതത്തെ ആർക്കും എതിർക്കാനാവില്ല, ഭാരതത്തെ ആർക്കും അവഗണിക്കാനാവില്ല. ഈ ഒരു ഭാരതത്തിൻ്റെ ശബ്ദം അത് ഇനി ലോകം മുഴുവൻ ഉറക്കെ കേൾപ്പിക്കാൻ തക്ക രീതിയിൽ അതിൻ്റെ ശക്തി ഉയർന്നു കഴിഞ്ഞു എന്നുള്ള തിരിച്ചറിവ് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും വന്നു കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു സംഭവത്തോടെ. അതുകൊണ്ട് നയതന്ത്രപരമായ രീതിയിൽ ലോകത്തെ മുഴുവൻ നമ്മുടെ കൂടെ നിർത്താൻ കഴിഞ്ഞത്, രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒറ്റക്കെട്ടായി നിർത്താൻ കഴിഞ്ഞത്, സൈന്യത്തിനെ പൂർണ്ണ വിശ്വാസത്തിലെടുത്ത് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് എടുത്ത ആ നിലപാട്, ഇതെല്ലാം ഭാരതത്തിൻ്റെ സത്പേര് ഇന്ന് ലോകത്ത് വാനോളം ഉയർത്തിയിരിക്കുന്നു. ഭാരതീയൻ എന്ന നിലയ്ക്ക് അഭിമാനത്തോടെ നെഞ്ചുയർത്തി തല ഉയർത്തി പിടിച്ച് ഞാനൊരു ഭാരതീയനാണെന്ന് പറയാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും സന്തോഷകരമാണ് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതെ, തീർച്ചയായും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം ലോകത്തിന് നൽകിയ സന്ദേശവും അതുതന്നെയാണ്. അതായത് തങ്ങളുടെ നിലപാട്, ഭീകരവാദത്തിനെതിരായ നിലപാട്, അതിൽ ഒരു മാറ്റവുമില്ല എന്നു മാത്രമല്ല, ഭാരതത്തിൻ്റെ മണ്ണിൽ കടന്നു വന്ന് ഏതാക്രമണം നടത്തിയാലും അതിന് ശക്തമായ തിരിച്ചടി നൽകും എന്നുള്ളത് അത് ഉറച്ച സ്വരത്തിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഭാരതം ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. അതിന് ആരുടെയും മധ്യസ്ഥത വേണ്ട എന്നുള്ളതും ഭാരതം വ്യക്തമാക്കി കഴിഞ്ഞു.